ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 35 റിവ്യൂ ആണ്. കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ അനുമോൾക്കെട്ട് കണക്കിന് കിട്ടി എന്ന തോന്നലുണ്ടായെങ്കിൽ കൂടെ ലാലേട്ടൻ്റെ കാര്യം ഓർത്തപ്പോൾ വലിയ സഹതാപം തോന്നി. അദ്ദേഹത്തെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചതിൽ അണിയറ പ്രവർത്തകർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ലാലേട്ടൻ ആകെ അങ്ങ് സ്തബ്ധനായിപ്പോയി. അനുമോൾ അങ്ങനെ കണ്ടു എന്ന് അട്ടമെൻ്റായിട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യാനാണ്? ഇതൊക്കെ ഒന്ന് പ്രതീക്ഷിക്കണ്ടേ? അനുമോൾ മേ ബി അങ്ങനെ ഒരു ഗെയിം അവിടെ ഇറക്കിയാലോ, അല്ലെങ്കിൽ അനുമോൾ അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അനുമോൾ കണ്ട ഒരു കാര്യം, അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടില്ല എന്ന് അവർ സമ്മതിച്ചില്ല എങ്കിലോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? അതേപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അനുമോൾ ഉമ്മ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചിട്ടല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇടപെടൽ, ഒരു കണ്ടസ്റ്റൻറ്റ് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തുന്നത്, അതൊന്നും അനുവദനീയമല്ല. അതൊന്നും ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ചതല്ല. വളരെ മോശമായിട്ടുള്ള ചീപ്പ് ഗെയിമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞു വെക്കേണ്ടത്. ഇതിപ്പോൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ള ഒരു ചോദ്യ ഉത്തരത്തിൽ ഒതുങ്ങിപ്പോയില്ല ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പോൾ അനുമോളെ ആരാധിക്കുന്ന ആളുകളും അനുമോളെ പോലെ ചിന്തിക്കുന്ന ആളുകളും വിചാരിക്കുന്ന എന്തായിരിക്കാം? അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ളൊരു സംഭവം എന്തായിരിക്കും? അനുമോൾ കണ്ടു, ലാലേട്ടനും ബിഗ് ബോസും കണ്ടില്ല എന്നിങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. വീഡിയോ ഒന്നും കാണിച്ചില്ലല്ലോ. എന്താണ് സംഭവിച്ചത്? ഇത് കണ്ടോ കണ്ടില്ലയോ എന്നുള്ള രീതിയിൽ ചർച്ച കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല, കൃത്യമായിട്ട് അവിടെ ഒരു വാണിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യം കൊണ്ടുപോയ ഒരു ചർച്ച പ്രോപ്പറായിട്ടങ്ങ് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. അവിടെ അനുമോൾ കണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അനുമോൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ടുള്ള പ്ലാൻ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ പറയാൻ സാധ്യതയുണ്ട്, അവിടെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, അവിടെ അങ്ങനെയൊക്കെ നടക്കുന്ന വളരെ മോശമായിട്ടുള്ളൊരു സ്ഥലമാണെന്നൊക്കെ ആൾക്കാരങ്ങ് പറയും. ആദ്യം ബിഗ് ബോസിനും അല്ലെങ്കിൽ ലാലേട്ടനും ഒന്നും സമ്മതിക്കാൻ പറ്റത്തില്ല. ആ കൊച്ച് കണ്ടതാ, അത് കണ്ടില്ലേ കണ്ടു എന്ന് പറയുന്നത്. എന്തിനാണ് ഇങ്ങനെയുള്ള പറച്ചിലുകൾക്ക് സാധ്യത ഉണ്ടാക്കുന്നത്? ഇപ്പം രണ്ട് വ്യക്തികൾ അവർ പുതപ്പിനടിയിൽ ഉമ്മ വയ്ക്കുകയോ അല്ലെങ്കിൽ ഉമ്മാനെ വിളിക്കുകയോ ബാപ്പനെ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇത് നമ്മുടെ ഒരു പ്രശ്നമായി മാറുന്നത് എന്താണ്? അതേപോലെ ഇത്രയധികം ക്യാമറകളുള്ള, ഇത്രയധികം എഡിറ്റിംഗ് നടക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ ടെലികാസ്റ്റ് ചെയ്യാൻ യോഗ്യതയില്ലാത്ത ഒരു സംഗതിയും പുറത്തേക്ക് വിടില്ലല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാളുകൾ ഉമ്മ വെച്ചാൽ എന്താണ് പ്രശ്നം? എനിക്കതാണ് മനസ്സിലാവാത്തത്. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും അവിടെ ചർച്ചയില്ല. അനുമോൾ ഇത് കണ്ടോ കണ്ടില്ലയോ? അനുമോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അനുമോൾ ആരാണ്? എന്നിട്ടിപ്പം ലാലേട്ടൻ കള്ളം പറഞ്ഞതുപോലെയും ബിഗ് ബോസ് കള്ളം പറഞ്ഞതുപോലെയൊക്കെ ആയി. ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള ചീപ്പ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള ആകുലതകളും ചോദ്യങ്ങളും ബാക്കിയുള്ള ആളുകളുടെ ചെയ്തികളിന്മേലുള്ള ഒരു സംശയങ്ങളും വിഷമങ്ങളും ഒന്നും വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് അനുമോളുടെ ഒരു ഗെയിം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരൊന്നിച്ചിരിക്കുന്ന മൊമെൻറ്റ്സ് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ്സ് ദീർഘനേരമുള്ളതാണ്. പുതപ്പിനടിയിലുള്ളതും പുതപ്പിൻ്റെ അടുത്തുള്ളതും കട്ടിലിരിക്കുന്നതൊക്കെ ഉണ്ട്. അത് മുഴുവൻ ഇവിടെ പ്ലേ ചെയ്യത്തില്ല എന്നുള്ളത് അനുമോൾക്ക് അറിയായിരിക്കും. അപ്പോൾ അനുമോൾ കണ്ടുവെന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും? ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് ഇത് തെളിയിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇങ്ങനെ തെളിയിക്കുന്ന പരിപാടി അനുമോളും ബാക്കിയുള്ള ആളുകളൊക്കെ ചെയ്തതിനെ ചോദ്യം ചെയ്ത ലാലേട്ടൻ ആൻഡ് ക്രൂ വീണ്ടും ഇത് തെളിയിക്കാൻ വേണ്ടി പോകത്തില്ല എന്ന് വിചാരിക്കത്തില്ലേ? അപ്പോൾ അനുമോൾ അവിടെ ഒരു ഗെയിം ഇട്ടതാണെങ്കിലോ? അങ്ങനെ ഒരു ഗെയിം വരുന്ന സമയത്ത് ചോദ്യം ചോദിച്ചാൽ ലാലേട്ടൻ ആരായി? ലാലേട്ടൻ മോശക്കാരനായി മാറിയില്ലേ? ശരിക്കും ഇത് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. അനുമോളെ കുറിച്ചിട്ട് എന്ത് പറയാനാണ്? അനുമോൾ കണ്ടു, അയ്യോ അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ആണും പെണ്ണും ഉമ്മ വെച്ചിരിക്കുന്നു. ബിഗ് ബോസ് ഹൗസിൽ ആണും പെണ്ണും ഉമ്മ വെച്ചിരിക്കുന്നു. എൻ്റെ പൊന്നെ, എന്ത് വലിയ സംഭവം തന്നെ. അപ്പോൾ അതിലൊക്കെ ഈ ചീപ്പായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു കളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അനുമോളൊക്കെ ഇഷ്ടപ്പെടും. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശരിയാണ്, കണ്ടു എന്ന് പറഞ്ഞ കാര്യം അത് ഇതുപോലെ ഒരു ആരോപണം കണ്ടില്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അവർ ആ ഒരു രീതി പിടിച്ചുകൊണ്ട് പോകും. ഇനിയിപ്പോൾ എപ്പിസോഡിലേക്ക് പ്രോപ്പറായി വന്നു കഴിഞ്ഞാൽ കണക്കിന് കിട്ടിയെന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു, നല്ലത് കൊടുത്തിട്ടുണ്ട്. ഞാനത് എപ്പിസോഡിൻ്റെ പ്രോപ്പർ റിവ്യൂവിൽ പറയാം. ഓണാശംസകൾ ഇത്തിരി വൈകിട്ടാണെങ്കിലും ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നമ്മൾക്ക് ലഭിച്ചു. ലാലേട്ടൻ്റെ ഓണാശംസകൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ടി വിയിൽ എല്ലാ ഓണത്തിനും കേൾക്കുന്നതാണ്. അത് ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവില്ല. ഏതെങ്കിലും പരസ്യത്തിൻ്റെ ഭാഗമായിട്ടോ ചാനലുകളിലോ അദ്ദേഹത്തിൻ്റെ ഓണാശംസ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ കേട്ടില്ലായിരുന്നു, ഇത്തിരി വൈകിയാണെങ്കിലും അത് നമുക്ക് കിട്ടി. കഴിഞ്ഞ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒരു ഹൈലൈറ്റ്സ് ആയിട്ട് കാണിച്ചു. വൈൽഡ് കാർഡ് എൻട്രി, മസ്താനി ആൻഡ് രേണു സുധി തമ്മിലുള്ള ഒരു അലമ്പ്, പിന്നെ ജിസയിലും മാനുവും തമ്മിലുള്ള വഴക്ക്, നെവിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ ഒരു ക്യാപ്റ്റനായ മൊമെൻറ്റ്, അപ്പാനിയുടെ ഒരു ഗുണ്ടായിസം, തെരുവിളി കാര്യങ്ങൾ, രമ്യ നമ്പീഷനും ജസ്റ്റിൻ വർഗീസും വന്ന ചടങ്ങിൽ ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്, പിന്നെ പണിപ്പുര ടാസ്ക്, വൈൽഡ് കാർഡുകളുടെ പണിപ്പുര ടാസ്ക്, വലിയ പണി ചെറിയ പണി ബോംബുകൾ പരിപാടികൾ, കാണാൻ പാടില്ലാത്ത കാര്യം അനുമോൾ കണ്ട ആ ഒരു കാര്യത്തിൻ്റെ വീഡിയോ, പിന്നെ അനീഷിൻ്റെ ഇരിപ്പിടവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം, റെന മസ്താനി എന്നിവർ തമ്മിലുണ്ടാക്കിയ വഴക്ക്, ശൈത്യ അനുമോളോട് വഴക്കുണ്ടാക്കിയതും ഇനി ഫ്രണ്ടല്ല എന്ന് പറയുന്നതും,
പിന്നെ കിരീട യുദ്ധം, പിന്നെ അനുമോള് ഫുഡ് ഉണ്ടാക്കുന്നത്, ഞങ്ങൾ പട്ടികളല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണെന്നൊക്കെ നിവിൻ പറഞ്ഞ ആ ഒരു മൊമെൻറ്റ്. പിന്നീട് ഇന്നലെ നടന്ന ചില കാര്യങ്ങളും കാണിച്ചു. ഷാനവാസ് ഒരു വലിയേട്ടൻ ഗെയിമാണ്, ഹിറ്റ്ലർ മാധവൻകുട്ടി ഗെയിമാണ് കളിക്കുന്നതെന്ന് വൈൽഡ് കാർഡുകൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഷാനവാസിൻ്റെ കൂടെ ഇപ്പോൾ ആദില, നൂറ എന്നിവരൊക്കെ ഉണ്ട്. അവർ അനുമോളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വലിയൊരു ഗെയിം പ്ലാനിങ് ഒന്നുമല്ല, അനുമോൾ വളരെ മോശമായിട്ട് ഒരു ഫേക്ക് ഗെയിം കളിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അനുമോളെ പൊളിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അനുമോൾ ആ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ മറ്റേ ലാലേട്ടൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണോ അനുമോൾ പെരുമാറിയത് അതേപോലെ തന്നെ അഡമൻ്റായിട്ട് ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ശൈത്യാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ച് പറയുന്നു. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനൊന്നും അനു നൽകുന്നില്ല. അതേപോലെ തന്നെ ഇവർക്ക് ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി അനു കൊടുക്കുന്നില്ല. മാരുതി സുസുക്കിയുടെ ഒരു ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പുതിയ വണ്ടി വന്നതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമാണ്. അപ്പോൾ അവിടെ അനുവും അനീഷും ഓടിപ്പോയിരിക്കുന്നു. അനീഷും ബിഗ് ബോസിനോട് വലിയ കൂറുള്ള ആൾക്കാരാണ്. പ്രൊമോഷനും അതുപോലെയുള്ള കാര്യങ്ങളും സ്പോൺസേഴ്സും ഒക്കെ അവർക്ക് വലിയ ബഹുമാനമുള്ള സംഗതികളാണ്. അപ്പോൾ അവരവിടെ പോയിരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഹൗസിലേക്ക് പോവുകയാണ്. ലാലേട്ടൻ എല്ലാ ആൾക്കാരോട് നമസ്കാരമൊക്കെ പറയുന്നു. കണ്ടസ്റ്റൻസിനോട് ഇരിക്കാമെന്ന് ദേഷ്യഭാവത്തിൽ പറയുന്നു. പ്രത്യേകമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അനുമോള്, അതേപോലെ തന്നെ ആദില, നൂറ, മസ്താനി, പ്രവീൺ എന്നിവരെയൊക്കെയാണ്. ജിഷിനെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിനിമ കണ്ടാലോ എന്നുള്ളൊരു ചോദ്യം, ആ ഒരു രീതിയിലുള്ളൊരു ചോദ്യമാണ് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനുശേഷം ആ ഒരു വിഷ്വൽ കാണിക്കുകയാണ്. അനുമോള് ആ ഒരു ലിവിങ് ഏരിയയിൽ വെച്ചിട്ട് എന്താണ് കണ്ടത് എന്ന് വിശദീകരിക്കുന്ന, ആക്ട് ചെയ്ത് കാണിക്കുന്ന ആ ഒരു വിഷ്വൽ. അവരിങ്ങനെ വരുന്നു, അടുത്ത് വരുന്നു, ചുറ്റുപാട് നോക്കുന്നു. പിന്നീട് ഞാൻ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടു എന്നുള്ളതാണല്ലോ അനുമോളുടെ പറച്ചിൽ. എന്താണ് കണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടോ ഒന്നും കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിരുന്നില്ല. ഉമ്മ വെച്ച് വീർ എന്നുള്ളത് ഒരൊറ്റ വാക്കിൽ അനുമോൾ പറഞ്ഞത് വളരെ രസകരമായിരുന്നു. അപ്പോൾ ഇവരുടെ ആ ഒരു ഉമ്മയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്നത്തേത്. അനുമോൾ ഉമ്മ വെച്ചത് കണ്ടോ അല്ലെങ്കിൽ കണ്ടില്ലോ എന്നുള്ളതല്ലായിരുന്നു ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ അതങ്ങനെ ആയിപ്പോയി. അനുമോൾ എന്ത് തോന്നുന്നു, സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. എന്നിട്ട് ദേഷ്യത്തിൽ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യം അനുമോളുടെ ഹൃദയത്തിൽ തറച്ചിട്ടുണ്ട്. ജിഷിനും മസ്താനിയൊക്കെ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽപ്പുണ്ടായിരുന്നു. മസ്താനിയോട് പുറത്തെ കാര്യം ഇവിടെ വന്ന് പറഞ്ഞതിനെക്കുറിച്ചൊരു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനി എന്തോ കണ്ണുകൊണ്ടെന്തോ കോഷ്ടി കാണിച്ചു. മൊത്തത്തിൽ മസ്താനിയുടേത് കോഷ്ടിയാണ്. നമുക്ക് നല്ല ദേഷ്യം വരുന്ന ഒരു എപ്പിസോഡായിരുന്നു മസ്താനിയുടെ കാര്യത്തിൽ ഇന്നത്തേത്. അപ്പം മസ്താനിയോട് ചോദിക്കുന്നത് എന്തിൻ്റെ അസുഖമാണ് നിങ്ങൾക്ക്, മര്യാദയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അനുമോള് ഇത് കണ്ടു എന്ന് പറയപ്പെടുന്ന ദിവസം ജയിലിലല്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം പല ആളുകളും പേഴ്സണലി മെസ്സേജ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. ഞങ്ങളാരും കണ്ടിട്ടില്ല എന്ന് ലാലേട്ടനൊക്കെ പറയുന്നു. അപ്പോൾ അനുമോള് പറയുന്നു, അമ്മയെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്ത് ഇവരുമ്മ വെച്ച കാര്യം പറഞ്ഞതോ? എന്തുവാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത്? അനുമോൾ കൃത്യമായിട്ടുള്ള ധാരണയൊന്നും കിട്ടിയിട്ടില്ല. ആകെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതൊരു കണക്കിന് നല്ലതാണ്. എന്താണ് സംഭവം എന്നുള്ളതോ, എങ്ങനെയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ പുറത്ത് പോകുന്നതെന്നുള്ളതോ, എങ്ങനെയാണ് ഇത് പ്രശ്നമാവുന്നതെന്നുള്ളതോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും അവിടെയുള്ള ആർക്കും മനസ്സിലായിട്ടില്ല. പ്രേക്ഷകർക്ക് പിന്നെ പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. ആർക്കും ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട്, നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ട് ഗെയിം മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അനീഷിനോട് ചോദിക്കുന്നു. അനീഷ് അവിടെ ഒരു നിലപാടില്ലാത്ത വർത്താനം. ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് പിടികിട്ടിയില്ല. എന്ത് തെറ്റ് ശരി? ഉമ്മ വയ്ക്കുന്ന ഒരു തെറ്റാണോ? എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആയോ? ഇപ്പോൾ 2025 ആയപ്പോഴത്തേന് അങ്ങനെ ആയോ? അനീഷിന് അവിടെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റാൻഡില്ല. നാണം കെട്ട ഒരു ആക്ട് എന്നുള്ളത് തന്നെയാണ് ലാലേട്ടൻ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ചിട്ട് പറയുന്നത്. അക്ബറും ഒനിലും ഇറങ്ങിപ്പോയ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒനിൽ ഇറങ്ങിപ്പോയത് ലാലേട്ടൻ അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒനിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തി. അക്ബർ ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ജിസേലിനോട് ചോദിക്കുന്നു, ജിസേൽ എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ പ്രശ്നം? അപ്പോൾ ജിസേൽ പറഞ്ഞ ഒരു കാര്യം രസമാണ്. അതൊരു ഗെയിമിലേക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെതിരായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അനുമോൾക്ക് ഇപ്പോൾ മേക്കപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ പുറകെ നടക്കാനായിട്ട് ഓപ്ഷനൊന്നുമില്ല. വഴക്കുണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടോ പറ്റുന്നില്ല. അതുകൊണ്ട് മറ്റൊരു കാരണം എടുത്തിട്ടു. അപ്പോൾ അങ്ങനെ ഒരു കാരണം എടുത്തിട്ടതാണ് അനുമോൾ എന്ന് പറഞ്ഞു വെക്കാൻ ജിസേലിന് പറ്റി. അപ്പോൾ അത്ര മോശമായിട്ടുള്ളൊരു കാരണം എടുത്ത് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ എന്ന് പ്രേക്ഷകർക്ക് തോന്നാനായിട്ട് ആ ഒരു ഡയലോഗ് ഉപകാരപ്പെടും. ഞാൻ ഈ നൂറ, ആദില എന്നിവരെ കുറിച്ചിട്ട് 2 വീഡിയോസിൽ പറഞ്ഞപ്പോൾ ഒത്തിരിയധികം ആളുകൾ എനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ആ ഒരു രീതിയിൽ തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത്ര പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൻ്റെ കൂടെ നിന്നത്, നിങ്ങൾ പുതപ്പെടുത്തുകൊണ്ട് വന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. എന്തൊരു നാണക്കേടാണ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നും ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ നൂറ, അതിലേക്ക് അന്ന് പറഞ്ഞത് എന്താണ്? നമുക്ക് അറിയില്ല എങ്ങനെ സംഭവിച്ചോ ഇല്ലയോ എന്നുള്ളത്. സംഭവിച്ചാൽ എന്താണ്? അത് ഒന്നിൽ മാത്രമാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. സംഭവിച്ചാൽ എന്താണ്? അവിടെ അവരുമ്മ വെച്ചാൽ എന്താണ്? പ്രശ്നം എന്താണ്? ക്യാപ്റ്റനായിട്ടുള്ള നെവിനോട് ചോദിക്കുന്നു. നെവിൻ പറഞ്ഞു, പലരും പലയിടത്തായി പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആക്ടിനെ സപ്പോർട്ട് ചെയ്തത്. അനുമോൾ എന്ത് കണ്ടു എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. വീണ്ടും അനുമോൾ എന്ത് കണ്ടു കണ്ടില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. ഞാൻ കണ്ടു എന്ന് അനുമോൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്.
പിന്നെ ഇതൊരു തോന്നിയാസം പറച്ചിലാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ലാലേട്ടൻ ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ശരിക്കും തോന്നിയാസം പറച്ചിലൊക്കെ തന്നെയാണ്. പിന്നെ അവിടെ കൃത്യമായിട്ട് ലാലേട്ടൻ മറ്റേ പോയിൻ്റൊക്കെ എടുത്തിരുന്നുണ്ട്. വന്നപ്പോൾ തൊട്ട് അവരുടെ നോട്ടം ശരിയല്ല, ഇവരുടെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്ന ആളല്ലേ അനുമോൾ. ശൈത്യ കൂട്ടുകാരിയല്ലേ ശൈത്യ പറ. അപ്പോൾ ശൈത്യ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശൈത്യ ബെഡ് മാറിയ ദിവസമാണ് ഇങ്ങനെ ഒരു ഉമ്മ നടന്നത് എന്നാണ് അനു പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അനു അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. ശരിക്കും അനുമോളിലെ ആ ഒരു കരച്ചിലൊക്കെ ഡ്രാമയാണോ എന്ന് ഇപ്പോൾ ശക്തമായിട്ടുള്ള സംശയമുണ്ട്. കാരണം വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേനും അനു ഇങ്ങനെ കരുത്തുറ്റിങ്ങനെ നിൽക്കും. കള്ളങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ കരുത്തുറ്റിങ്ങനെ നിൽക്കും. ചെറിയ സംഭവം വരുന്ന സമയത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അയ്യോ കരഞ്ഞങ്ങോട്ട് മെഴുകും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നേ. കാരണം ഭയങ്കര ഫേക്ക്നെസ് നമുക്ക് ത്രൂ ഔട്ട് ഫീൽ ചെയ്യും. ഇവിടെ ആ ഒരു വലിയ മനുഷ്യൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അയാൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അനു ഇങ്ങനെ സ്റ്റേണായിട്ട് നിന്നിട്ട് ഞാൻ കണ്ടു എന്നൊക്കെ പറയുകയാണ്. അതേപോലെ ഒത്തിരി മിസ്റ്റേക്കുകൾ ഓരോ ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കയ്യിൽ നിന്ന് വന്നിട്ട് പോലും അനു അവിടെ ഒന്നും പതറുന്നില്ല. അപ്പോൾ അതൊക്കെ ആളുകളിങ്ങനെ ചോദ്യം ചെയ്യും. അപ്പം വേറൊരു കൂട്ടം ആളുകൾ വിചാരിക്കും അപ്പോൾ അനു അത് കണ്ടിട്ടുണ്ട്, അവൾക്ക് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അത്ര ഉറപ്പ്. എനിക്കൊന്നും വല്ല സ്വപ്നമല്ലമായിരിക്കും. പുറത്ത് നിന്ന് വന്നവർ കണ്ടു എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെയാണ് ബിന്നി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മസ്താനിയും പ്രവീണും ഒക്കെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് അനുവിന് ഇട്ട് കൊടുക്കുന്നത്. പുറത്തു നിന്ന് ഞങ്ങൾ ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ചോദ്യം ചെയ്യണം, ഇത് ചോദ്യം ചെയ്യുന്നത് പോസിറ്റീവ് ആകും എന്നുള്ളൊരു സംഭവമൊക്കെ ശരിക്കും അനുവിന് ഇട്ട് കൊടുത്തത് പ്രവീണൊക്കെയാണ്. അപ്പോൾ അമിത ആവേശത്തിൽ അനു കയറി ചെയ്തതാണ്. ശരിക്കും ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ടു ഇത് രസകരമായിട്ടുള്ളൊരു ഗോസിപ്പായിട്ട് കൊണ്ടുനടക്കുകയായിരുന്നു. പക്ഷേ വേറെ ആരെങ്കിലുമൊക്കെ പൊട്ടിച്ച് കണ്ടന്റ് എടുത്താലോ എന്നുള്ളൊരു പേടിയിലാണ് അനു ആദ്യം അങ്ങ് അടിച്ചത്. നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ അത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി പറയുന്നത് വെറുതെ കണ്ടന്റിനും സ്പേസിനും വേണ്ടിയാണ് അനു ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ പുതപ്പെടുത്തുകൊണ്ട് വന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ജിഷിനോട് പറയുന്നു നിങ്ങൾ വളരെ മോശമായി സംസാരിക്കുന്നു, അപ്പാനി ഓവർടേക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ജിഷിനോടും അത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. ജിഷൻ ഏതായാലും ടോട്ടലി ഈ ഒരു എപ്പിസോഡിലെ പ്രേക്ഷകരോടൊക്കെ മാപ്പ് പറയുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ മറ്റേ ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വന്ന കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനുമോളുടെ ആ ഒരു പറച്ചിലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ആരും റേറ്റിംഗ് ഒന്നും ഉണ്ടാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ആരും ബിഗ് ബോസിനെ നന്നാക്കാനായിട്ട് ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അക്ബർ പറഞ്ഞു ജിഷൻ അടക്കമുള്ള ആളുകൾ, പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ ഇത് കുടുംബ പ്രേക്ഷകർക്ക് പറ്റാത്ത കണ്ടന്റാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പുറത്തു പോകരുത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായത്. ആരും നല്ല ആൾക്കാരൊന്നും അല്ല എന്ന് പറയുന്നു. ബിഗ് ബോസിനെ ആരും നന്നാക്കാൻ നോക്കണ്ട എന്ന് നമ്മുടെ ലാലേട്ടൻ അപ്പോഴാണ് പറയുന്നത്. അനുമോള് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച ആരോപണത്തിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്ന് കൃത്യമായിട്ട് ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് എങ്ങനെയാണ് ജിസേൽ അങ്ങനെയുള്ളൊരു ആരോപണം വരുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യുന്നത്, അനു എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുത്തു, ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു ജിസേൽ ഒരു സിറ്റുവേഷനിൽ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഒരു വിമർശനം വരുന്ന സമയത്ത്, ഒരു ആരോപണം വരുന്ന സമയത്ത് ജിസേൽ പറഞ്ഞ ഒരു ഡയലോഗ് വീണ്ടും കേൾപ്പിച്ചു. ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യമൊന്നും എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ മോശമായിട്ട് പെരുമാറില്ല എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. അതൊക്കെ അനുവിന് കൊള്ളാനായിട്ടുള്ള സംഗതികളുണ്ട്. ആര്യനപ്പോൾ എഴുന്നേറ്റ് നിന്ന് മറ്റേ മൊയ്തീൻ കാഞ്ചനമാലയായിട്ട് അവർ നടത്തിയ ആ ഒരു പ്ലേയെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അന്ന് അനു വളരെ ക്ലോസ് ആയിട്ട് വന്നിരുന്നു, വളരെ ചേർന്ന് വന്നിരുന്നു, കെട്ടിപ്പിടിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഇടപെട്ട അനുവാണ് ഇവിടെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ആ ഒരു ക്രഷ് അനുമോൾക്കുണ്ട് എന്ന് ശൈത്യ പറഞ്ഞൊരു കാര്യത്തെ ആര്യൻ അവിടെ എടുത്തിരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോൾക്ക് ക്രഷുണ്ടോ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അപ്പോൾ അനുമോൾ അങ്ങനെ ഒരു കുഞ്ഞ് ഡയലോഗ് വന്നപ്പോഴത്തേക്ക് അത് വേറൊരു രീതിയിലേക്ക് പോയി. ആര്യൻ കുഞ്ഞാണോ? കുഞ്ഞായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ എല്ലാ ആൾക്കാരും കുഞ്ഞായിട്ടും കൊച്ചായിട്ടും ഒക്കെ കരുതുന്നതുകൊണ്ടായിരിക്കും ആര്യൻ ജിസേലിനോട് അങ്ങനെ പെരുമാറിയ സമയത്ത് നിനക്ക് നാണം ഉണ്ടോടാ ചേച്ചിയുടെ പ്രായമുള്ള ഒരാളോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വർത്താനം വന്നത്. മഹാമോശം തന്നെ. മൊത്തത്തിൽ എപ്പിസോഡിനകത്ത് ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ അനുമോൾ കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ വർത്തമാനമാണ് പറഞ്ഞെന്നുള്ളത്. ജിസേൽ അപ്പോൾ എഴുന്നേറ്റ് നിന്ന് മറ്റൊരു കാര്യം ഉന്നയിക്കുന്നു. ലാലേട്ടൻ വന്ന് ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ നീ സോറി പറയുമോ എന്ന് അനുവിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അനു പറയില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജിസേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തെറ്റാണ്, ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നീ ക്വിറ്റ് ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ ജിസേൽ ഇവിടെ എടുത്ത് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ക്വിറ്റ് ചെയ്ത് പോവേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അനുമോൾ സമ്മതിക്കാതിരുന്നത്. ഇതിനുശേഷം അപ്പാനി ശരത്തിനെ എഴുന്നേൽപ്പിക്കുന്നു. അപ്പാനി ശരത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ട്, അനു പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അറിയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അപ്പാനിയോട് തിരിച്ചു ചോദിച്ചപ്പോൾ അപ്പാനിക്ക് അതിനകത്ത് ഉത്തരവൊന്നുമില്ല. അപ്പാനി അത് അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്, അനു പറഞ്ഞ പോലെ പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. ശരിക്കും ടോട്ടൽ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആകുലതയോ ഒരാൾക്ക് ഉണ്ടാവുന്നത് തെറ്റാണ് എന്നാണ് പറഞ്ഞു വെക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് ഇവിടെയാണ് ആ ചോദ്യത്തിലേക്ക് വന്നത്.
ഇതിനുശേഷം മറ്റേ ബാഡ്ജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ആ ഒരു ബാഡ്ജിൽ യക്ഷിയൊക്കെ വരച്ച് വികൃതമാക്കിയല്ലോ, അപ്പോൾ അത് ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. ജിസേലിന് പിന്നില്ലാത്തതുകൊണ്ടാണ് അനുവിൻ്റെ ഫോട്ടോ വെച്ച ബാഡ്ജ് കുത്താത്തത്. മൊത്തം പ്രേക്ഷകരെ വെറുപ്പിച്ച ഏറ്റവും മോശമായിട്ടുള്ള ഒരു ദിനം സമ്മാനിച്ച കണ്ടസ്റ്റൻസിന് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. പരസ്പരം കണ്ടസ്റ്റൻസ് ഡ്രസ്സുകൾ വാഷ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ആരുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ഒരു ചെറിയ ബൗളിനകത്ത് കുറേ ചിട്ടിട്ടിരിക്കുകയാണ്. അതെടുത്തിട്ടാണ് ആരുടേതാണ് നമ്മൾ വാഷ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എല്ലാ ആളുകളുടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ അക്ബർ സ്ക്രിപ്റ്റ് പൊട്ടിയാനു നിർത്തിക്കോ, സ്ക്രിപ്റ്റ് പൊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. സച്ച് എ ക്രൂക്ക്ഡ് ഫേക്ക് പേഴ്സൺ എന്ന് ആദില അനുവിൻ്റെ മുഖത്തൊക്കെ പറയുന്നുണ്ട്. ഷൈത്ത് ചിട്ടെടുത്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ അനുവിനെ കിട്ടി. അത് വളരെ നൈസായിരുന്നു. ഈ സമയത്തൊക്കെ റെനെ ആൻഡ് ഷാനവാസ് അകത്തിരിക്കുകയാണ്. പാവങ്ങൾ, ഓഡിയോ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വീഡിയോ കാണാൻ പറ്റുമോ അറിയില്ല. ലാലേട്ടനെ കാണാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത്, നേരിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും. ഹൗസിൽ വന്നപ്പോഴും കാണാനായിട്ട് പറ്റിയില്ല. ഇതിനുശേഷം ആര്യനോട് അനുമോളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് മസ്താനി പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ചോദിക്കുകയാണ്. മസ്താനി അവിടെ എന്നിട്ട് ഇത് അക്ബറും ടീമും ഒക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ശൈത്യല്ല ഈ അനുമോളുടെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് പറഞ്ഞത് എന്ന് ശൈത്യക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. അനുമോൾ അത് സമ്മതിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതിനുശേഷം വൈൽഡ് കാർഡുകളോട് എങ്ങനെയുണ്ട് ഹൗസിലെ അവസ്ഥ എന്നുള്ളത് ചോദിക്കുകയാണ്. മസ്താനി അപ്പാനി മോശം വീട് വിളിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നു. ലക്ഷ്മി പറയുന്നു കണ്ടസ്റ്റൻസ് മൊത്തത്തിൽ അട്ടമെൻ്റാണ്, എടി പൊടി എന്നൊക്കെയുള്ള വിളികളുണ്ട്, വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രവീൺ പറയുന്നു ഗുണ്ട വിളയാട്ടമുണ്ട്, എൻ്റെ അച്ഛന് വരെ വിളിച്ചു എന്ന് പ്രവീൺ പറയുന്നു. സാബുമാൻ പറയുന്നു എല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ട്. ചിരി ഇങ്ങനെ ആദ്യം കൊണ്ടുവരും, അതിനുശേഷം ഡയലോഗ് അടിക്കും. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ സമയമല്ല മോനെ എന്ന് ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജിഷിന് കുറച്ച് ദേഷ്യമുണ്ട്, സോറി എന്ന് പറയുന്നു. ജിസേലിനോട് ആര്യനോട് സോറി പറയുന്നു, പ്രേക്ഷകരോട് സോറി പറയുന്നു. ലാലേട്ടൻ പറഞ്ഞു നല്ല കാര്യം, നല്ല മകനാണ് നീ എന്നുള്ളൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം അനീഷിനോട് ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകൾ എന്ന ആരോപണം അനീഷാണല്ലോ അവിടെ ഉന്നയിച്ചത്. അപ്പം അനീഷിനോട് എന്താണ് വൈൽഡ് കാർഡുകളുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നു ഏറ്റവും മോശം വൈൽഡ് കാർഡുകൾ, പുറത്തെ കാര്യം അകത്ത് പറയുന്നു, പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിരുന്നു. മസ്താനിയെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. മസ്താനി അനീഷിൻ്റെ പേഴ്സണൽ ലൈഫ് പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നല്ലോ. അപ്പോൾ അനീഷ് പറഞ്ഞു എനിക്ക് പോലും അറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നും. അനീഷിനൊരു പേടിയില്ല എന്ന് പറയുന്നു. ലാലേട്ടൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷ്മി എല്ലാത്തിലും കുറ്റം കണ്ടെത്തുന്ന ഒരാളാണ് എന്ന് പറയുന്നു. പ്രവീൺ ഇങ്ങനെ സ്ക്രൂ കയറ്റി ഇങ്ങനെ അലമ്പുണ്ടാക്കിക്കുന്ന കണ്ണിങ് ഫെലോ ആണെന്ന് പറയുന്നു. സാബുമാൻ മറ്റേ ടാസ്കിൽ 15 മിനിറ്റ് വേസ്റ്റ് ചെയ്തല്ലോ, ഷട്ടക്ക് ഒരു ബോഡി ഷോ കാണിച്ചപ്പോഴത്തേന് സമയം പോയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ജിഷിനാണെങ്കിൽ ഒരു റൗഡിയായിട്ട് സ്വയം അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷിൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പേടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെയാണ്, നമ്പറൊക്കെയാണ് പുള്ളി ഇറക്കുന്നതെന്ന് അനീഷ് പറയുന്നു. ഇതിനുശേഷം അക്ബറിൻ്റെയും അപ്പാനിയുടെയും ഗുണ്ടായിസത്തെക്കുറിച്ചിട്ട് പ്രവീൺ പറഞ്ഞൊരു കാര്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അവിടെ പലരും പറഞ്ഞല്ലോ ഗുണ്ടായിസം അവസാനിപ്പിക്കണം, അഭിലാഷ് ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ഗുണ്ടായിസം അവസാനിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ അക്ബർ പറഞ്ഞത് നെവിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. നെവിൻ്റെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നു. വെസൽ ടീമിലുള്ള ആളുകൾ പ്രോപ്പറായിട്ട് വെസൽസ് വാഷ് ചെയ്തില്ല, ഇങ്ങനെ കുന്നുകൂടി പാത്രങ്ങൾ കിടക്കുകയായിരുന്നു. മസ്താനി പറഞ്ഞു പാത്രങ്ങൾ കഴുകത്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പാത്രങ്ങൾ കഴുകിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് ക്യാപ്റ്റനെ അറിയിക്കാൻ വേണ്ടി പോയ സമയത്താണ് ചെറിയ രീതിയിൽ ഗുണ്ടാ വിളയാട്ടം നടന്നത്. അപ്പോൾ പ്രവീൺ പറഞ്ഞത് ഡോറ് തള്ളി തുറന്നു വന്നു, ഷൗട്ട് ചെയ്തു, പേടിച്ച് പോയി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗ്ലാസ് ഡോറ് തള്ളി തുറന്നു വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒച്ച വരാനാണെന്നൊക്കെ അക്ബർ ചോദിക്കുന്നു. ഇപ്പം നെവിനാണെങ്കിൽ അപ്പോഴത്തേന് അവിടെ വൻ മെഴുകൽ, വൻ ആക്ടിങ്, അയ്യോ ഞാൻ പേടിക്കുന്നു, അക്ബറിനെ കാണുമ്പോൾ ഞാൻ പേടിക്കുന്നു എന്നൊക്കെ പറയുന്നു. നെവിൻ്റെ കുഴച്ചിലും തിരിച്ചിലും കണ്ടിട്ട് ലാലേട്ടൻ വേണ്ട പുല്ല് ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പരിപാടി അവിടെ ചോദിച്ച് അവസാനിപ്പിക്കുന്നു. അക്ബറിൻ്റെ പോയിൻറ്റ്സ് വളരെ കറക്റ്റായിരുന്നു കേട്ടോ. അക്ബറിൽ ഞാൻ വലിയ ഭാവി കാണുന്നു. അപ്പാനി ശരത്തും കൂടെ പോയതുകൊണ്ട് അക്ബറിൽ ഞാൻ വലിയ ഭാവി കാണുന്നുണ്ട്. അഭിലാഷ് അവിടെ ഇരുന്നിട്ട് ഇന്ന് ഒരു ചെറിയ നന്മ കളി കളിച്ചിട്ടുണ്ട്, നല്ല കളി തന്നെ. വൈൽഡ് കാർഡിന് മാത്രം ഇഷ്യൂ അല്ല ലാലേട്ടാ, ഇവിടെയുള്ള എല്ലാവരുടെ ഇഷ്യൂ ആണ്. അപ്പോൾ രേണു സുധിയോട് വീട്ടിൽ പോകണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പോകണോ എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനുശേഷം ഒരാവശ്യമില്ലാതെ ആ ഒരു പാവ പ്ലാച്ചിനെയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് എപ്പിസോഡിൻ്റെ മൂഡ് കളയാൻ വേണ്ടി. ആ ഒരു പാവയോടും ഇനിയിപ്പം ആര്യനൊക്കെ മാപ്പ് പറയണം, അനുമുള്ള പാവയോട് വരെ മാപ്പ് പറയണം. എന്നിട്ട് ആര്യൻ, അതേപോലെ തന്നെ അപ്പാനി, അക്ബർ എന്നിവരൊക്കെ പാവയോട് മാപ്പ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അനീഷ് പിന്നെ പാവയെ മൈൻഡ് ചെയ്യാറില്ല. അതാണ് അനീഷിൻ്റെ ഗെയിം. പാവയൊക്കെ മൈൻഡ് ചെയ്ത് ഗെയിം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അനീഷ് കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഈ പാവയൊന്നും മൈൻഡ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ പാവയെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാറുണ്ട്. മറ്റേ കെട്ടിത്തൂക്കിയ പാവനെ താഴോട്ടിറക്കിയത് അനീഷാണല്ലോ. ബിഗ് ബോസിനെ ഇത്ര അധികം അനുസരിക്കാത്ത ആളുകൾ ഈ സീസണിലാണ് എന്ന് ലാലേട്ടൻ ഒന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം ലാലേട്ടൻ ഹൗസിലേക്ക് വരികയാണ്. ഓണപരിപാടികൾ രസമുണ്ടായിരുന്നു. അക്ബറിൻ്റെ സോങ് പൂക്കാലം വരവായല്ലോ എന്നൊക്കെ ഉള്ള ഒരു വരിയിലങ്ങ് തുടങ്ങി.
കണ്ടസ്റ്റൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. കട്ട്ലറ്റ് കടിക്കണ പോലെ കൈവിരൽ കടിച്ചു അനീഷ്. ഗെയിമിലെ സിറ്റുവേഷൻസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ശൈത്യ, ആദില, നൂറ, ജിസേൽ, ആര്യൻ എന്നിവരെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അനുമോൾ എവിടെയെന്നൊക്കെ ശൈത്യ ഗ്യാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. മസ്താനി, മലർക്കൊടി മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഉള്ള വരികളുണ്ട്. വൈൽഡ് കാർഡുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അനുവും നെവിനും ഒന്നായതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഭിലാഷ് ഗ്രൂപ്പ് പൊട്ടിക്കാൻ നോക്കിയിട്ട് വൈൽഡ് കാർഡുകളുടെ ഗ്രൂപ്പിൽ പോയ തക്കുടുവാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓണാശംസകളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം പോണം എന്ന് പറയുന്നവർ കൂടെ പോരെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ രേണുസുതിയെ കൊണ്ടുപോവുകയാണ്. രേണുസുതി എന്തോ മറ്റേ ഇഷ്ടമില്ലാത്ത അമ്മ വീട്ടിൽ പോയി നിന്നിട്ട് മക്കളെ കൂട്ടാൻ വേണ്ടി മാതാപിതാക്കൾ വരുന്നത് പോലുള്ള സന്തോഷത്തിൽ ഹായ് ലാലേട്ടാ ഞാൻ വീട്ടിൽ പോണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂടെ പോകുന്നുണ്ട്. രേണുസുതിയോട് എനിക്ക് ബഹുമാനം തോന്നി. കാരണം ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയെ തൻ്റെ കുടുംബത്തിനെക്കാട്ടിലും ജീവിതത്തിനെക്കാട്ടിലും വലുതായിട്ട് അവർ കരുതിയില്ലല്ലോ. അവരത്ര വലിയ സാമ്പത്തിക ഉന്നതിയിൽ നിൽക്കുന്ന ആളൊന്നുമല്ല, നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അവർ ബിഗ് ബോസ് പോലെ ഒരു റിയാലിറ്റി ഷോയിൽ ഇനി നിൽക്കാനായിട്ടുള്ളൊരു സാധ്യത ഉപയോഗപ്പെടുത്തിയില്ല. അവർ മക്കൾക്കും ജീവിതത്തിനും പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് കയ്യടികൾ കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. ബാക്കിയുള്ള ആളുകൾക്ക് അടിച്ചു തൂങ്ങി അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നെഗറ്റീവായി ആകെ മൊത്തത്തിൽ പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ ഒരു 3 വർഷത്തെ ട്രോമയും കൂടെ സമ്പാദിച്ച് വരുന്ന സമയത്ത് രേണുസുതി നല്ല മിടുക്കിയായിട്ടുള്ള ഒരമ്മയാണ് എന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനുശേഷം എവിക്ഷൻ, പുലി കളിച്ച് കണ്ടസ്റ്റൻസിൽ ഒരാൾ വേട്ടക്കാരൻ്റെ കൂടെ പുറത്തേക്ക് പോകണം. നല്ല ആത്മാർത്ഥമായിട്ടുള്ള പുലികളിയായിരുന്നു അപ്പാനിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നത്. അയ്യോ മറ്റേ രാജ്ബിഷിൻ്റെയൊക്കെ കളിക്കുന്നത് പോലെയുള്ള കളിയല്ലായിരുന്നു അവിടെ. എന്നെ കളിയായിരുന്നു. കളിച്ച് അവസാനം പുറത്ത് പോകേണ്ടി വന്നു. പക്ഷേ ചില ആളുകളെ ഒനിലിനെയൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്, ബിന്നെയൊക്കെ കയ്യിൽ പിടിക്കുന്നുണ്ട്. മസ്താനി, അമ്പു, ആരുടെ കയ്യിൽ പിടിച്ചാലും മസ്താനി അവിടെ കിടന്ന് അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. അമ്പു മസ്താനി എന്തോ ഗെയിം കളിച്ചിട്ട് ഇവരെ പുറത്തേക്ക് വിട്ടതുപോലുള്ള ആർമാദനമായിരുന്നു അവിടെ കിടന്നിട്ട്. എന്നിട്ട് അപ്പാനി പോയപ്പം അപ്പാനിക്കെതിരെയും പറയാനായിട്ട് കാരണമുണ്ടല്ലോ. എന്നെ മോശം വാക്ക് വിളിച്ചതുകൊണ്ടാണ് പുറത്തേക്ക് പോയതെന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരോട് നന്ദിയൊക്കെ പറയുന്നു. മിക്കവാറും ഉള്ള ആൾക്കാർ കരയുകയാണ്. എല്ലാ ആൾക്കാർക്കും വിഷമമുണ്ട്, അനുമോൾക്കൊക്കെ വിഷമമുണ്ട്. അപ്പോൾ മസ്താനി മാത്രം അവിടെ ചിരിച്ചുല്ലസിച്ച് നടക്കുകയാണ്. വൈൽഡ് കാർഡുകളിൽ എല്ലാ ആളുകൾക്കും അത്ര വലിയ സന്തോഷം, മസ്താനിയുടെ അത്ര സന്തോഷമൊന്നുമില്ല. ഒരു ചെറിയ സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ കൂടെ ഇത്ര അർമാദനമൊന്നും അത്ര ആരും പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ ബിന്നി മസ്താനിക്കെതിരെ തിരിയുന്നുണ്ട്. അടുത്ത ആഴ്ച നീ പോവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മസ്താനി പറയുന്നുണ്ട് നീ ജസ്റ്റ് മിസ്സാണ് എന്നുള്ളത്. ഇങ്ങനെ പറ്റുന്നല്ലേ? ഒരാഴ്ച വരുമ്പം തന്നെ എല്ലാ ആൾക്കാരോടും ശത്രുതയൊക്കെ സമ്പാദിക്കാനായിട്ട് മനുഷ്യന്മാരെ കൊണ്ട് പറ്റുമോ അല്ലേ? അതൊക്കെ വലിയ കട്ടിയുള്ള മൈൻഡുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും ഗെയിം കളിക്കേണ്ടത്. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കേസല്ല എന്നുള്ളത് മസ്താനിയുടെയൊക്കെ ഗെയിം കണ്ട സമയത്ത് മനസ്സിലായി. അപ്പാനി സ്റ്റേജിൽ ചെല്ലുകയാണ്. അപ്പാനിക്ക് കുറച്ച് കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. അക്ബറിനെ മിസ് ചെയ്യും എന്നൊക്കെ പറയുന്നു. അക്ബറാണെങ്കിൽ കരഞ്ഞ് വയ്യാണ്ടായിപ്പോയി. മസ്താനി നന്ദി പറഞ്ഞ് എന്തിനാണെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. മസ്താനിയുടെ ഭാഷയെക്കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. എന്താണെങ്കിലും വീണ്ടും അനുമോളുടെ ഗെയിം വിജയിച്ചിരിക്കുകയാണ്. ഉമ്മ വെച്ചത് കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതാണ് കേരളം ഇപ്പം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ലാലേട്ടനെ വരെ അങ്ങനെയാക്കി കളഞ്ഞു. ലാലേട്ടൻ വരെ ഇനിയിപ്പോൾ അത് തെളിയിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് ആ പാവം ചങ്ങാതിനെ കൊണ്ടുവന്ന് എത്തിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.